ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ ബൈബിൾ ക്ലാസ്സിലേക്ക് പ്രിയമുള്ളവരൊക്കെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലെ മാർമിക വിഷയങ്ങൾ എന്നുള്ള ഒരു പ്രത്യേകമായ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിന്റെ 6ാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ 5 ഭാഗങ്ങളിലായിട്ട് നമ്മൾ വിവിധങ്ങളായ വിഷയങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കുവാൻ പ്രയാസമുള്ള ഏതാനും വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പ്രാർത്ഥനയോടെ വിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതേക്കുറിച്ച് എന്തൊക്കെ നമുക്ക് കൂടുതൽ ഗ്രഹിക്കുവാൻ സാധിക്കും എന്നുള്ള വിഷയത്തിൽ നമ്മൾ പഠിച്ചു വരികയായിരുന്നു. അതിനോടനുബന്ധിച്ച് ഇന്ന് വെളിപ്പാട് പുസ്തകം 12ാം അധ്യായം അതിന്റെ 1 മുതൽ ഉള്ള വാക്യങ്ങളിൽ കാണുന്നതായ സൂര്യനെ അണിഞ്ഞ സ്ത്രീ എന്നുള്ള വിഷയമാണ് ഇന്ന് നമ്മുടെ ചർച്ചയ്ക്കായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവരുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടം ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. പെട്ടെന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുവാൻ സാധ്യതയുള്ളത് ഈ എഴുതപ്പെട്ടിരിക്കുന്നത് ഒരു വ്യക്തിയെ കുറിച്ചാണ് എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയുകയുണ്ടായി, വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നതായ പ്രത്യേകമായ ഭാഷകൾ പഠിക്കാതെ, രീതികൾ പഠിക്കാതെ നമുക്ക് വെളിപ്പാട് പുസ്തകം വ്യക്തമായി വ്യാഖ്യാനിക്കുവാൻ സാധിക്കുകയില്ല. നമ്മൾ തെറ്റ് ചെയ്തു പോകും. അങ്ങനെ ഈ പുസ്തകത്തിന്റെ രീതികളും ഭാഷകളും മനസ്സിലാക്കാതെ വ്യാഖ്യാനിച്ചതിലൂടെയാണ് ധാരാളം തെറ്റായ വ്യാഖ്യാനങ്ങൾ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് പ്രചരിക്കുവാൻ ഇടയായത്. ഇന്ന് നമ്മൾ പഠിക്കുന്നതായ ഈ വിഷയം നമ്മൾ അടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു പദം നമുക്ക് കാണുവാൻ സാധിക്കും. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. ഒരു അടയാളം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അപ്പോസ്തലൻ കാണുന്നത് യഥാർത്ഥമായ കാര്യങ്ങളല്ല, അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല, നടക്കുവാനുള്ള കാര്യങ്ങളാണ്, വരുവാനുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷെ കഴിഞ്ഞു പോയ കാര്യങ്ങളും ആയിരിക്കുകയില്ല. കാരണം കർത്താവ് വെളിപ്പാട് പുസ്തകം അപ്പോസ്തലൻ കൊടുക്കുമ്പോൾ വ്യക്തമായി പറഞ്ഞു, വേഗത്തിൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചിരുന്നു എന്നാ പറഞ്ഞത്. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ 1ാം അധ്യായത്തിൽ അറിയാമോ, സംഭവിപ്പാനുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിനെ പ്രോഫസി എന്ന് വിളിക്കുന്നത്. വരുവാനുള്ള കാര്യങ്ങളെ മുൻകൂട്ടി പറയുകയാണ്. അതാണ് വെളിപ്പാട് പുസ്തകം ഒരു പ്രവചന പുസ്തകം നമ്മൾ അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ അടയാളമാണ് കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 2 പ്രത്യേക ഭാഷകളെ കുറിച്ച് പഠിച്ചു. ഒന്ന് ദർശനത്തിന്റെ ഭാഷ, ദ ലാംഗ്വേജ് ഓഫ് വിഷൻസ്. രണ്ടാമത് നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ദ ഫിഗറേറ്റീവ് ലാംഗ്വേജ്, ഒരു ചിത്രീകരണ ഭാഷ. ഒരു പ്രത്യേക ചിത്രം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു സീൻ ഉപയോഗിച്ച് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയോ എടുത്തു പറയുന്ന ഒരു രീതിയാണ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. മൂന്നാമത് ഉള്ള ഒരു ഭാഷയാണ് ദ സിംബോളിക് ലാംഗ്വേജ്, ചിഹ്നങ്ങളുടെ ഭാഷ. അപ്പോൾ അടയാള ഭാഷ എന്ന് പറയും. ചിഹ്നങ്ങളുടെ ഭാഷ, അടയാള ഭാഷ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വളരെ വ്യക്തമാണ്, ഇതൊരു അടയാളമാണ് കാണപ്പെട്ടിരിക്കുന്നത്. എന്താണ് അടയാളം? ചെറിയ ഉദാഹരണം പറയുകയാണ്. നമ്മൾ ഭാരതത്തിന്റെ രാഷ്ട്ര പതാക, അതിന്റെ അടയാളം നമ്മൾ എവിടെ കണ്ടാലും, ഉദാഹരണത്തിന് നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ ഇപ്പോൾ മൊബൈൽ നമ്പർ ഫീഡ് ചെയ്യണമെങ്കിൽ ആദ്യം ആ രാജ്യത്തിന്റെ ലിസ്റ്റ് വരും. ആ രാജ്യത്തിന്റെ ലിസ്റ്റ് പലപ്പോഴും എഴുതിയായിരിക്കില്ല വരുന്നത്, അതിന്റെ പതാകയായിട്ട്, അതിന്റെ ചിഹ്നമായിട്ട് വരുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തിന്റെ പതാകയുടെയും ചിഹ്നം നമ്മൾ കാണുമ്പോൾ നമ്മൾ ആ ഒരു ചിഹ്നം സെലക്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സെലക്ട് ചെയ്യുന്നത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സംവിധാനത്തെയോ അല്ല. നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ മുഴുവൻ രാജ്യത്തെയാണ്. ഉദാഹരണത്തിന് ഭാരതത്തിന്റെ ചിഹ്നം എന്ന് പറയുന്നത് അതിന്റെ രാഷ്ട്രപതാകയുടെ ചിഹ്നമാണ്. അപ്പോൾ ഭാരതത്തിന്റെ ചിഹ്നമായ രാഷ്ട്രപതാക നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഭാരതത്തെയാണ്. ഒരു ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെയോ ഭാരതത്തിന്റെ പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ ഒരു മിനിസ്റ്ററെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വലിയ ആളിനെയോ സുഭാഷ് ചന്ദ്രബോസിനെയോ മഹാത്മാഗാന്ധിയെയോ അല്ല. നമ്മൾ ആ ഭാരതത്തെ, ഒരു രാജ്യത്തെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, സിംബോളിക് ലാംഗ്വേജ് അഥവാ ചിഹ്നങ്ങളുടെ ഭാഷ എന്താണ്. നമ്മളൊരു ചിഹ്നം കാണുമ്പോൾ അത് മിക്കവാറും ഒരു വ്യക്തി ആയിരിക്കുകയില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഫിഗറേറ്റീവ് ലാംഗ്വേജിൽ പഠിച്ചു, ഒരു മൃഗത്തെ കാണുമ്പോൾ ആ മൃഗം പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് അല്ലെങ്കിൽ ഒരു സംവിധാനമുണ്ട്. എന്നാൽ ഒരു ചിഹ്നം എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ കാണിക്കുന്നതേ അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരു ചിന്തയുണ്ടാകും, ഇതൊരു വ്യക്തിയാണ് എന്നൊരു ചിന്ത. ഒരു സ്ത്രീ എന്ന സിംഗുലർ ഫോമില് ഒരു ഏകവചനത്തിൽ കൊടുത്തിരിക്കുന്നതിനാൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും
അതൊരു സ്ത്രീ ആണെന്ന്. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഈ ചിഹ്നം കാണുന്നത് സ്വർഗത്തിലാണ്, ഭൂമിയിലല്ല. സ്വർഗത്തിൽ, ആകാശമണ്ഡലത്തിലാണ് ഈ ചിഹ്നം കാണുന്നത്. അത് അതുപോലെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്നാൽ അപ്പോസ്തലൻ അത് വിവരിക്കുവാൻ ശ്രമിക്കുന്നില്ല. എന്താണെന്ന് കാണുന്നത് അത് അതുപോലെ എഴുതി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് തൊട്ടു താഴെ നമുക്ക് കാണുന്ന വേറൊരു അടയാളം കാണുന്നു. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം എന്ന് നമ്മൾ കാണുന്നു. ഇതും ഒരു ചിഹ്നമായിട്ടാണ് കാണുന്നത്, ഒരു സിമ്പലായിട്ടാണ് കാണുന്നത്. ഞാൻ പലപ്പോഴും പറയുകയുണ്ടായി, ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കും അതൊരു വലിയ സർപ്പമാണ്, ഒരു വലിയ രാജവമ്പാല പാമ്പ്, വലിയൊരു പാമ്പിനെ കാണുന്നത് പോലെയൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ അത് അങ്ങനെ അല്ല. കൂടുതലും ഈ പൈശാചിക കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനെ ഒരു സംവിധാനമായിട്ടാണ് പറയുന്നത്. പിശാചിന്റെ ഒരു ഭരണ സംവിധാനം. നമ്മൾ പിശാചിനെ നേരിട്ട് പിശാചായിട്ട് കാണുകയല്ല. പിശാച് നമ്മൾക്ക് ചുറ്റുമുള്ള സംഭവങ്ങളില്, നമ്മളെ ഭരിക്കുന്നതായ ഭരണ സംവിധാനത്തില് ഒക്കെ എന്താണ്, നമ്മൾ പൈശാചികമായ ഒരു വിന്യാസം കാണുകയാണ്. അതാണ് ഇവിടെ ഈ ഡ്രാഗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മഹാസർപ്പം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഒരു വ്യക്തിയെ അല്ല കാണിക്കുന്നത്. ഒരു വ്യക്തി പിശാച് എന്ന് പറഞ്ഞ് പേരെടുത്ത് വന്ന് ഇറങ്ങി വന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ല. അതാണ് ഈ സിമ്പൽ, ചിഹ്നം എന്ന് ഞാൻ പറയുന്നത്. നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും? ചരിത്രം പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1-2 വാക്യങ്ങള്, അതിന്റെ വ്യാഖ്യാനം 3 വ്യാഖ്യാനങ്ങളാണ് ഇന്ന് ലോകത്തിൽ ഇതേവരെ നിലവിലുള്ളത്. അതിൽ ഒന്നാമത്തെ വ്യാഖ്യാനമാണ് കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ളതായ പൗരസ്ത്യ സഭകള് അവരുടേതായ വേദശാസ്ത്ര പണ്ഡിതന്മാർ മുൻപോട്ട് വെച്ചതായ ഒരു വ്യാഖ്യാനം. ഇത് യേശുവിന്റെ അമ്മയായ വിശുദ്ധ മറിയം ആണെന്നുള്ള ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനമാണ് ദ ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ക്രിസ്തുനാമ സഭകൾ എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഒരു വലിയ സഭാ സമൂഹമുണ്ട്. ആ സഭാ സമൂഹത്തിലെ വേദ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇത് സഭയാണെന്നാണ്. ക്രിസ്തുവിന്റെ മണവാട്ടിയായ, ക്രിസ്തുവിന്റെ ശരീരമായ സഭയാണ് ഈ സ്വർഗത്തിൽ കാണുന്നതായ ആ സ്ത്രീ എന്നുള്ളതാണ് അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ മൂന്നാമത് ഒരു പഠനമുണ്ട്, ഒരു വ്യാഖ്യാനമുണ്ട്. ഇത് ഇസ്രായേൽ ഗോത്രം ആണ് എന്നുള്ളതായ ഒരു പഠിപ്പിക്കലുണ്ട്. മൂന്നാമതായിട്ടുള്ള പഠിപ്പിക്കലാണ് ഈ സ്വർഗത്തിൽ കാണപ്പെടുന്നതായ സ്ത്രീ ഇസ്രായേൽ ഗോത്രം ആണെന്നുള്ളത്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ശ്രമിക്കുന്നത് ഈ വ്യാഖ്യാനങ്ങളെല്ലാം അതുപോലെ സ്വീകരിക്കാനല്ല. പിന്നെ എന്താണ് നമ്മൾ ശ്രമിക്കുന്നത്? വിശുദ്ധ വചനം ഇതിൽ ഏത് വ്യാഖ്യാനത്തെയാണ് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് അതിനെ ഉറപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഒരു കാര്യം ഞാൻ തുടക്കത്തിലേ പറയട്ടെ, ഈ സ്വർഗത്തിൽ അടയാളമായി കാണപ്പെട്ട സൂര്യനെ ധരിച്ചതായ ആ സ്ത്രീ ആരെന്നോ എന്തെന്നോ ഏതെന്നോ വിശുദ്ധ വചനം ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. ഇത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കാണപ്പെടുന്നതായ സൂര്യനെ ഉടയാടയായി അണിഞ്ഞിരിക്കുന്ന സ്ത്രീ അത് ആരാണെന്നോ എന്താണെന്നോ അതിന്റെ പിന്നിലുള്ള തത്വം എന്തെന്നോ ഒന്നും വിശുദ്ധ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നില്ല. പിന്നെ നമുക്ക് എങ്ങനെ ഇത് പഠിക്കുവാൻ സാധിക്കും? ഞാൻ എപ്പോഴും പറയുന്നതാണ്, വിശുദ്ധ വചനത്തിലെ വാക്യങ്ങളെ വിശുദ്ധ വചനം കൊണ്ട് തന്നെ പഠിക്കണം. വിശുദ്ധ വചനത്തിലെ ഒരു വാക്യം നമുക്ക് പ്രയാസമുള്ളത്, ഗ്രഹിക്കുവാൻ പ്രയാസമുള്ളത്, നമ്മൾ 31 മുതൽ വെളിപ്പാട് 22 വരെ നമ്മൾ പഠിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രത്യേക വിഷയത്തെ ഊന്നി നിൽക്കുന്നതായ, അതിന് താങ്ങുകൊടുത്ത് നിൽക്കുന്നതായ അനേക ഇണവാക്യങ്ങളും തുണവാക്യങ്ങളും കാണുവാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ വിശുദ്ധ വചനത്തിൽ ഗ്രഹിക്കുവാൻ പ്രയാസമുള്ളതായ ഒരു വിഷയത്തെ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 വ്യാഖ്യാനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഒന്നാമത്തെ വ്യാഖ്യാനം എന്താണ്? അത് യേശു ക്രിസ്തുവിന്റെ അമ്മയായ വിശുദ്ധ മറിയമാണെന്നുള്ള ഒരു വ്യാഖ്യാനം. 2, ഇത് യേശു ക്രിസ്തുവിന്റെ ശരീരമായ സഭയാണ് എന്നുള്ള വ്യാഖ്യാനം. 3, ഇത് രണ്ടുമല്ല, ഇത് ഇസ്രായേൽ ഗോത്രത്തെ കാണിക്കുന്നതാണ് എന്നുള്ള വ്യാഖ്യാനം. നമുക്കത് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? ഒന്നാമതായിട്ട് ഞാൻ നിങ്ങൾക്കൊരു 1-2 കാര്യങ്ങൾ ഇത് മനസ്സിലാക്കുവാനായിട്ട് പറഞ്ഞുതരാം. പ്രധാനമായിട്ട് നമ്മൾ വെളിപ്പാട് പുസ്തകം വായിച്ചു വരുമ്പോൾ യഥാർത്ഥത്തിൽ വെളിപ്പാട് പുസ്തകത്തിലെ അധ്യായങ്ങൾ, സംഭവങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് ക്രോണോളജിക്കലി അല്ല, എന്ന് വെച്ചാൽ സമയ ക്ലിപ്തതയോടെ അല്ല. ചില കാര്യങ്ങൾ ആദ്യം നടക്കേണ്ടത് അവസാനവും അവസാനം നടക്കേണ്ടത് ആദ്യവും ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രത്യേകതയാണ്. കാരണം അപ്പോസ്തലൻ ദർശനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ദർശനങ്ങൾ ഓർത്തു വെച്ച് പിൻകാലത്ത് എഴുതിയ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. പ്രിയമുള്ളവർ, മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ നോക്കിയാൽ
12-ാം അധ്യായവും 13-ാം അധ്യായവും തുടർച്ചയായ അധ്യായങ്ങളാണ്. 12-ാം അധ്യായത്തിന്റെ അവസാനവും 13-ാം അധ്യായത്തിന്റെ ആദ്യവും വായിക്കുമ്പോൾ 12-ാം അധ്യായത്തിന്റെ അവസാനം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നത്, അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു എന്ന് വെച്ചാൽ അവൻ ആ കടൽപ്പുറത്ത് നിന്നു. ആരാണ്? ഈ 3-ാം വാക്യത്തിൽ കാണുന്നതായ തീനിറമുള്ള ആ മഹാസർപ്പം എന്ന് വിളിക്കപ്പെടുന്ന പഴയ പാമ്പ്. അവൻ, ആ വ്യക്തി, അവിടെ ഒരു വ്യക്തിയായിട്ട് കാണിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സംവിധാനം കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. എന്നിട്ട് 13-ാം വാക്യം പറയാണ് അപ്പോൾ. അതിന്റെ അർത്ഥം എന്താണ്? ഈ 12-ാം അധ്യായത്തിന്റെ തുടർച്ചയാണ് 13-ാം അധ്യായം. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അവിടെ മൃഗം എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഏകവചനമാണ്. പക്ഷേ നമ്മൾ തുടർന്ന് പഠിച്ചു വരുമ്പോൾ 16, 17, 18 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും, അതൊരു വ്യക്തിയെ അല്ല, ഒരു മൃഗമല്ല. എന്താണ് അത്? ലോകത്തിൽ നിലവിൽ നിൽക്കുവാൻ പോകുന്നതും നിലനിന്നിരുന്നതുമായ വിവിധങ്ങളായ രാജഭരണങ്ങളായിരുന്നു. അപ്പോൾ ഒരു ഭരണ സംവിധാനത്തെയാണ് അവിടെ മൃഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിന്റെ അർത്ഥം എന്താണ്? ഈ 13-ാം അധ്യായത്തിൽ പറയുന്നത് എതിർ ക്രിസ്തുവിന്റെ ഭരണമാണ്. മൃഗം എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവാണ്. എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്തെയാണ് 13-ാം അധ്യായം കാണിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം ഈ 13-ാം അധ്യായത്തിന് തൊട്ടു മുൻപ് സംഭവിക്കുവാനുള്ള കാര്യമാണ് 12-ാം അധ്യായം. 2000-ഓ 3000-ഓ 4000-ഓ വർഷം മുമ്പ് സംഭവിച്ച കാര്യമേ അല്ല. അതേക്കുറിച്ചല്ല ദർശനം കാണുന്നത്. അല്ലെങ്കിൽ ബേത്ലഹേമിൽ നടന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചല്ല. കന്യകയായ വിശുദ്ധ മറിയം യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുന്ന സംഭവമല്ല ഇവിടെ പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? എതിർ ക്രിസ്തുവിന്റെ ഭരണം ഈ ഭൂമിയിൽ സംജാതമാകുന്നതിന് തൊട്ടു മുൻപ് നടക്കുവാനുള്ള ഒരു സംഭവമാണ് 12-ാം അധ്യായത്തിൽ വ്യക്തമായി കാണുന്നത്. ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. 12:17 മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവർ എന്ന ഒരു വിശേഷണമുള്ളത് ഇസ്രായേൽ ഗോത്രത്തിനാണ്. അത് ഏതെങ്കിലും ഒരു സഭയ്ക്കോ, പ്രത്യേകിച്ച് ഞാൻ പറയുന്നതിൽ വിഷമം തോന്നരുത്, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ സ്ത്രീ വിശുദ്ധ മറിയം ആണെന്ന് പറയുകയും അത് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും അതിന്റെ പ്രതിമകൾ ഉണ്ടാക്കി പണം കൊയ്യുകയും ചെയ്യുന്ന ഒരു സഭ പോലും ദൈവത്തിന്റെ കൽപ്പന വ്യക്തമായി അനുസരിക്കുന്ന സഭകളല്ല. അപ്പോൾ അവർ അതിൽപ്പെട്ടവരെ അല്ല. വിശുദ്ധ വചനം എന്ത് ശാസിക്കുന്നു അതിന് നേരെ എതിരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ പറഞ്ഞ കൂട്ടര്. അപ്പോൾ അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു വ്യാഖ്യാനമാണ് വിശുദ്ധ വചനത്തിൽ യാതൊരു വിധത്തിലുമുള്ള ഒരു സപ്പോർട്ടുമില്ലാത്ത ഒരു വ്യാഖ്യാനമാണ് ഈ 12-ാം അധ്യായത്തിൽ പറയുന്ന സ്ത്രീ കന്യക മറിയാം ആണ് എന്നുള്ളതായ ആ ഒരു വ്യാഖ്യാനം. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ള ഒരു കൂട്ടരെ നമുക്ക് ഇന്ന് ലോകത്തിൽ കാണുവാൻ സാധിക്കുന്നത് വേർപെട്ട കൂട്ടായ്മകളാണ്. കൂടുതലും പ്രൊട്ടസ്റ്റന്റ്, അതുപോലെ ബ്രദറൻ, പെന്തക്കോസ്റ്റ്, ബാപ്റ്റിസ്റ്റ് ഇതുപോലെയുള്ള സഭാ സമൂഹങ്ങളാണ് യേശുവിന്റെ സാക്ഷ്യമുള്ളവർ എന്ന് പറയുന്നത്. കർത്താവ് അപ്പോസ്തല പ്രവൃത്തികൾ പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിന്റെ അറുതിയോളം പോയി എനിക്ക് സാക്ഷികളായി തീരുക എന്ന്. സ്തോത്രം. യേശുവിന്റെ സാക്ഷികളായി തീരുക എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവിന്റെ ശിഷ്യരായി യേശുവിന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ മറ്റുള്ളവരെ പ്രബോധിപ്പിച്ചുകൊണ്ട് ഈ ലോകമെമ്പാടും യാത്ര ചെയ്ത് യേശുവിന്റെ സുവിശേഷം അറിയിക്കുന്നവരാണ് യേശുവിന്റെ സാക്ഷ്യം വഹിക്കുന്നവർ. ഞാൻ ഈ പറഞ്ഞ ഈ കാര്യവും യഥാർത്ഥത്തിൽ ഞാൻ മുൻപ് പറഞ്ഞ ആ സമൂഹങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. ഇനിയും വളരെ ശ്രദ്ധയോട് കേൾക്കണം. അപ്പോൾ പറഞ്ഞല്ലോ, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട്, അവളുടെ സന്തതിയിൽ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൽ പറയുന്ന സ്ത്രീ വിശുദ്ധ മറിയാമാണെന്ന് പ്രസംഗിക്കുന്ന ആ കൂട്ടത്തിൽപ്പെട്ട ആ സഭാ കൂട്ടായ്മകളിൽ പെട്ടവരെ സംബന്ധിച്ച് നോക്കിയാൽ അവർ പറയുന്നത് മറിയാമിന് യേശു അല്ലാതെ വേറെ ഒരു സന്തതിയും ഇല്ല എന്ന, വേറെ ഒരു മകനോ മകളോ ഇല്ല, വിശുദ്ധ മറിയാമിന് ആകെ യേശു എന്ന ഒരു കുഞ്ഞു മാത്രമേ ജനിച്ചിട്ടുള്ളൂ എന്ന് പഠിപ്പിക്കുന്നവർ
ഈ പറയുന്നതിനോട് അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവൾ. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ പറയുന്ന ഈ അടയാളത്തിൽ കാണപ്പെടുന്ന സ്ത്രീക്ക് വലിയൊരു ജനസമൂഹം അവളുടെ സന്തതിയായിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഒരു ബൃഹത് സന്തതി പരമ്പര ഉള്ള ഒരു സ്ത്രീയെയാണ് യോഹന്നാൻ അപ്പോസ്തലൻ ദർശനത്തിൽ അടയാളമായി സൂര്യനെ ഉടുത്തിരിക്കുന്ന ഒരു സ്ത്രീ എന്ന് കാണുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും, ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സൂര്യനെ ധരിച്ചിരിക്കുന്ന സ്ത്രീ വിശുദ്ധ മറിയാം അല്ല എന്ന്. ഞാനിപ്പോ എന്തെല്ലാം നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന് തൊട്ടു മുൻപ് നടക്കുവാനുള്ള ഒരു സംഭവത്തെ കുറിച്ചാണ് അപ്പോസ്തലൻ ഈ അടയാളം കാണുന്നത്. അപ്പോൾ അത് ഒരു വിധത്തിലും ബേത്ലഹേമിൽ നടന്ന യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചല്ല, ആ ജനനവുമായി ബന്ധപ്പെട്ട യേശുവിന്റെ അമ്മയായ വിശുദ്ധ മറിയത്തെ കുറിച്ച് അല്ല. നമുക്കത് വളരെ വ്യക്തമാണ്. രണ്ടാമത്, ഇവിടെ പറയുന്നതായ ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായ അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട്, ഇവിടെ പറയുന്ന ഈ സന്തതി പരമ്പര മറിയത്തിന്റെ മറ്റുള്ള മക്കളുടെ പരമ്പരകളാണെന്ന് പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു രീതിയിലുമുള്ള ഒരു സപ്പോർട്ട് വിശുദ്ധ വചനം മുൻപോട്ട് വെക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ നമുക്ക് അറിയുകയുമില്ല. ഈ ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു സമൂഹത്തെ നമുക്ക് അറിയുകയുമില്ല. യേശുവിന്റെ അമ്മയ മറിയയുടെ സന്തതി പരമ്പര എന്ന ഒരു ഗോത്രമോ ഒരു സന്തതി പരമ്പരയോ നമുക്ക് അതേക്കുറിച്ച് അറിയുകയുമില്ല. അങ്ങനെ ഒരു സന്തതി പരമ്പര ലോക ചരിത്രത്തിൽ ഇല്ലതാനും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഈ സൂര്യനെ അണിഞ്ഞിരിക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് യേശുവിന്റെ അമ്മയായ വിശുദ്ധ മറിയവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വ്യക്തമായിട്ട് നമുക്ക് ഉറപ്പിക്കാം. ഞാൻ രണ്ടാമത്തെ ഒരു കൂട്ടരുടെ കാര്യം പറഞ്ഞല്ലോ. അവർ പറയുന്നത് ഇത് സഭയാണെന്ന, ക്രിസ്തുവിന്റെ ശരീരമായ സഭ. ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്ക് ഉള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്, ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ തല ക്രിസ്തുവാണ്. സഭ ശരീരം മാത്രമാണ്. ഇനിയും ആ സഭയ്ക്ക് സന്തതി പരമ്പര ഉണ്ടോ? വ്യക്തമായി പറഞ്ഞാൽ ഇല്ല. കാരണം രക്ഷിക്കപ്പെടുന്നവരെ ദൈവം സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. എന്നിട്ട് കൊരിന്ത്യർ ലേഖനത്തിൽ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും കർത്താവിന്റെ ശരീരമായ സഭയിലെ അംഗങ്ങളാണ്, അവയവങ്ങളാണ്, സന്തതിയല്ല. നമ്മളാരും സഭയോ സന്തതിയല്ല. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ പോലും ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ സന്തതിയല്ല. പിന്നെ ആരാണ്? സഭയിലെ അവയവങ്ങളാണ്, അംഗങ്ങളാണ്, സഭയുടെ ഭാഗമാണ്. നാം ചേർന്നതാണ് ക്രിസ്തുവിന്റെ ശരീരമായ സഭ. അങ്ങനെ വരുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരമായ സഭ ജാതികളെ ഭരിക്കേണ്ടുന്ന ഒരു ആൺകുട്ടിയെ പ്രസവിക്കുന്നത് എങ്ങനെ? സ്തോത്രം. ചിന്തിക്കേണ്ട കാര്യമല്ലേ? അപ്പോൾ ഞാനതാ പറഞ്ഞത്, ഈ ഭാഷാരീതി മനസ്സിലാക്കാതെ നടത്തിയ വ്യാജ വ്യാഖ്യാനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ വ്യാഖ്യാനങ്ങളൊക്കെ. ഇത് യേശുവിന്റെ അമ്മയായ മറിയമാണെന്നും അല്ല ഇത് സഭയാണെന്നും ഒക്കെ വിശുദ്ധ വചനത്തിൽ യാതൊരു പിൻബലവുമില്ലാതെ, വിശുദ്ധ വചനത്തിന്റെ പിൻബലമില്ലാതെ, വിശുദ്ധ വചനത്തിൽ ഒരു തെളിവുമില്ലാതെ ഓരോരുത്തർക്ക് തോന്നിയത്, അവരുടെ മനസ്സിൽ തോന്നിയത് അവർ വ്യാഖ്യാനിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അന്നത്തെ ജനം കേട്ടത് വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ അവർക്കിതൊന്ന് പരിധി നോക്കുവാനായിട്ട് ഇന്നത്തെ സംവിധാനങ്ങളില്ല. നമ്മൾക്കിന്നുള്ളതായ ടെക്നോളജികളോ ഇന്നത്തെ സംവിധാനമോ ഇത്രയും വേദപുസ്തകത്തിന്റെ കയ്യെഴുത്ത് പ്രതികളോ പ്രിന്റ് ചെയ്ത പ്രതികളോ അന്നില്ല. അന്ന് വേദപുസ്തകം വളരെ വിരളമാണ്. അന്ന് വേദപുസ്തകം കൂട്ടിച്ചേർത്തിട്ട് പോലുമില്ല. നമ്മളിന്ന് കാണുന്നതായ ഈ 66 പുസ്തകങ്ങളുള്ള വിശുദ്ധ വേദപുസ്തകവുമായിട്ട് അന്ന് ഇത് ചേർക്കപ്പെട്ടിട്ട് പോലുമില്ല. ആ സമയത്താണ് തങ്ങൾക്ക് തോന്നിയ വിധത്തിലുള്ളതായ ചില വ്യാഖ്യാനങ്ങളെ അവിടമടങ്ങളായി പ്രസംഗിച്ച് അത് ലോകം മുഴുവൻ വ്യാപിക്കുകയും ഇന്ന് അതിന്റെ പ്രതിമ ഉണ്ടാക്കി വെച്ച് ആ പ്രതിമ വെച്ച് ഒരു ധനാഗമ മാർഗമായിട്ട്, ഒരു പണം കൊയ്യുന്ന ഒരു വലിയ ബിസിനസ് സംരംഭമായിട്ട് അതിനെ വാർത്തെടുക്കുകയും ചെയ്തത് ഇങ്ങനെയുള്ള വ്യാജ വ്യാഖ്യാനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ വിശുദ്ധ വചനത്തിൽ ഈ ഒരു അടയാളവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാണുവാൻ സാധിക്കും? നമുക്ക് വളരെ വേഗത്തിൽ, എനിക്ക് വളരെ വേഗം എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇന്ന് ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് വളരെ ബിസി ആയിരുന്നു. ഇന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഈ ബൈബിൾ ക്ലാസ് കഴിഞ്ഞ ഉടനെ വേറൊരു മീറ്റിംഗ് ഉണ്ട്, അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം സമയമെടുക്കാതെ പോയിന്റ് ബൈ പോയിന്റ് മാത്രം പറഞ്ഞിട്ട് ഇന്ന് വേഗത്തിൽ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കുവാൻ. അപ്പോൾ 2 വ്യാഖ്യാനങ്ങൾ വ്യാജ വ്യാഖ്യാനങ്ങളാണ്, തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. അവയ്ക്ക് ഒരു വിധത്തിലും വിശുദ്ധ വചനത്തിന്റെ സപ്പോർട്ട്, സഹായം, തെളിവ് ഇല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനിയും നമ്മൾ
പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ, പ്രവാചക പുസ്തകങ്ങളിലേക്ക് പോകുമ്പോൾ പലയിടങ്ങളിലും നമുക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇസ്രായേൽ ഗോത്രത്തിനെ ഒരു സ്ത്രീയോടാണ് ഉപമിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. സ്ത്രീ എന്ന് മാത്രമല്ല, ഒരു അമ്മയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ തന്റെ ഭാര്യ എന്ന് പോലും കർത്താവ് അഭിസംബോധന ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്ത്രീ എന്ന ഏക വചന സൂചന ഉള്ളപ്പോൾ തന്നെയും അത് ഇസ്രായേൽ ഗോത്രം ആയിരിക്കുവാനുള്ള സാധ്യത വിശുദ്ധ വചനം വളരെ വ്യക്തമായിട്ട് മുൻപോട്ട് വയ്ക്കുന്നു. ഞാൻ രണ്ട് വാക്യങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ പ്രവചനം 54 അധ്യായം നമ്മൾ തുറക്കുകയാണെങ്കിൽ അതിന്റെ തുടക്കം തന്നെ പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടി ആർത്തു ഘോഷിക്കുക, ഏകാകിരുടെ മക്കൾ ഭർത്താവുകളുടെ മക്കളേക്കാൾ അധികമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇതിന് മുമ്പോട്ട് വായിച്ചു വരുമ്പോൾ 6-ാം വാക്യം, മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. ആരെയാണ്? ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന പ്രവചനമാണ്. യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യ എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും എന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നു. അത് ഇസ്രായേൽ ഞാൻ പറഞ്ഞല്ലോ, പ്രവാചക പുസ്തകങ്ങൾ അനേക സ്ഥലങ്ങളിൽ ഇസ്രായേൽ ഗോത്രത്തെ ഒരു അമ്മയായിട്ട്, അനേക മക്കളുള്ള ഒരു സ്ത്രീയായിട്ട് വ്യക്തമായി വളരെ തെളിവോടെ നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തതായിട്ട് ഞാൻ ഒരു വാക്യം കൂടെ വായിക്കുകയാണ്. യിരെമ്യാ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, യിരെമ്യാ പുസ്തകം 4-ാം അധ്യായം തുറന്നാട്ടെ. യിരെമ്യാ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം, ഈറ്റുനോവ് കിട്ടിയവരുടെ ഒച്ച പോലെയും കടിഞ്ഞൂൽ കുട്ടിയെ പ്രസവിക്കുന്നവരുടെ ഞരക്കം പോലെയും ഒരു ശബ്ദം ഞാൻ കേട്ടു. നെടുവീർപ്പിട്ടും കൈമലർത്തിയും കൊണ്ട് അയ്യോ കഷ്ടം, എന്റെ പ്രാണൻ കൊലപാതകന്മാരുടെ മുമ്പിൽ ക്ഷയിച്ചു പോകുന്നു എന്ന് പറയുന്ന സിയോൻ പുത്രിയുടെ ശബ്ദം തന്നെ. ഇവിടെ സിയോൻ പുത്രി എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഇസ്രായേൽ ഗോത്രം തന്നെയാണ്. എന്തൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഈറ്റുനോവ് കിട്ടിയവരുടെ ഒച്ച പോലെ എന്ന് വെച്ചാൽ പ്രസവ വേദന അനുഭവിക്കുന്നവരുടെ കരച്ചിൽ പോലെ, പ്രസവിക്കുന്നവളുടെ കടിഞ്ഞൂൽ കുട്ടിയെ പ്രസവിക്കുന്നവളുടെ ഞരക്കം പോലെ ഒരു കന്യക ഗർഭം ധരിച്ച് ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയായിട്ട് താൻ ആദ്യമായിട്ട് ഉള്ള തന്റെ കുഞ്ഞിനെ, തന്റെ കടിഞ്ഞൂൽ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ എപ്രകാരം ലോകത്തിൽ ഏറ്റവും വലിയ വേദന അതാണെന്ന് പറയുന്നത്. ആദ്യത്തെ പ്രസവ വേദന. ആ പ്രസവ വേദന കിട്ടി ഞരങ്ങുന്നത് പോലെ കരയുന്നവളുമായുള്ള ഇസ്രായേൽ ഗോത്രമേ എന്നാണ് വളരെ വ്യക്തമായിട്ട് അവിടെ യിരെമ്യാ പ്രവചനം 4:31 നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ അനേക വാക്യങ്ങളുണ്ട്, അതിലേക്ക് ഒന്നും പോകുന്നില്ല. ഈ 2 വാക്യങ്ങൾ മാത്രം മതി. ഇവിടെ നമ്മൾ ഈ അടയാളത്തിൽ കാണുന്ന പ്രസവ വേദന ലഭിച്ച സ്ത്രീ, 2-ാം വാക്യം നമ്മൾ വായിച്ചാൽ 12:2, അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. എത്ര കൃത്യമാണ് നമ്മൾ ഈ വായിക്കുന്നതായ ഈ 1-2 വാക്യങ്ങൾ, 12-1-2 വാക്യങ്ങളും ഇപ്പോൾ നമ്മൾ വായിച്ചതായ യിരെമ്യാ പ്രവചനം 4:31 മാത്രം, വേറെ ഒരു വാക്യം നിങ്ങൾ ചേർത്ത് വെക്കേണ്ട. ഈ 2 വാക്യങ്ങൾ മാത്രം ചേർത്ത് വെച്ച് നിങ്ങളൊന്ന് വായിക്കുമെങ്കിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അത് ഭാവി കാലത്തിൽ സംഭവിക്കുവാനുള്ള, ഇസ്രായേലിന് സംഭവിക്കുവാനുള്ള ഒരു സംഭവത്തെ ഒരു അടയാളമായിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ കിടന്നുകൊണ്ട് ആത്മാവിന്റെ നയനങ്ങളാൽ ഹൃദയദൃഷ്ടിയിൽ ദർശനങ്ങളെ കാണുന്ന കാഴ്ചയാണ് അപ്പോസ്തലൻ വിവരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് വായിക്കുവാൻ സാധിക്കും. നമ്മൾ മുമ്പോട്ട് വായിച്ചു വരുമ്പോൾ 4-ാം വാക്യം, പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവരുടെ മുമ്പിൽ നിന്നു. അതിനു മുമ്പ് നമുക്ക് കാണുവാൻ സാധിക്കും 5-ാം വാക്യം വായിക്കുമ്പോൾ, അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. അടുത്തതായിട്ട് നമുക്ക് ഈ ഭാഗം മനസ്സിലാക്കുവാൻ ഉള്ള ഒരു കാര്യമാണ്, ആ സ്ത്രീ ഇപ്പോൾ നോവ് കിട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതായ, നിലവിളിക്കുന്നതായ ഈ സ്ത്രീ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുന്നതായിട്ട് അപ്പോസ്തലൻ ദർശനത്തിൽ കാണുന്നു. ആ ആൺകുഞ്ഞിന്റെ പ്രത്യേകത എന്താണ്? അവൻ ഇരുമ്പുകോൽ കൊണ്ട് സകല ജാതികളെയും മേയ്പ്പാൻ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും തീർച്ചയായിട്ടും യേശുക്രിസ്തു അല്ലേ. അപ്പോൾ അത് മാത്രമല്ല, ഈ സ്ത്രീയെ വിഴുങ്ങുവാനായിട്ട്, അല്ലെ കുഞ്ഞിനെ വിഴുങ്ങുവാനായിട്ട്, കുഞ്ഞിനെ തിന്നുകളയുവാനായിട്ട് മഹാസർപ്പങ്ങളുടെ മുമ്പിൽ നിന്നല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സ് പെട്ടെന്ന് പുറകോട്ട് പോകും. കാരണം നമ്മൾ ആദ്യം കേട്ടതായ ഇത് വിശുദ്ധ മറിയാം ആണ് എന്നുള്ളതായ ആ
വ്യാഖ്യാനത്തിൽ അവർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഹെരോദാവ് യേശു കുഞ്ഞിനെ കൊല്ലുവാൻ ശ്രമിച്ചല്ലോ. അപ്പോൾ ഹെരോദാവാണ് ഈ ഇവിടെ കാണുന്നതായ ഈ മഹാസർപ്പം എന്ന ഒരു വ്യാഖ്യാനം കൂടെ അവർ അതിനോട് ചേർത്ത് വയ്ക്കുന്നത് കൊണ്ടും, മാത്രമല്ല ഈ ലോകത്തെ മുഴുവൻ ഭരിപ്പാനുള്ള ആൺകുഞ്ഞാണല്ലോ പ്രസവിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ നോക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ശരിയെന്ന് നമുക്ക് തോന്നാം. ഇങ്ങനെ ആ വ്യാജ വ്യാഖ്യാനങ്ങൾ മനുഷ്യനാൽ വിശ്വസിക്കപ്പെടുന്നു. വിശ്വാസികളാൽ വ്യാജ വ്യാഖ്യാനങ്ങൾ വിശ്വസിക്കപ്പെടുവാനുള്ള കാരണം എന്താണ്? അതിനോട് ചേർത്ത് വെക്കുന്നതായ ഇതര വ്യാജ വ്യാഖ്യാനങ്ങളുടെ ഉണ്ടായിരിക്കും. നമുക്കതിനെ നെല്ലും പതിരും തിരിച്ചറിയുവാൻ പ്രയാസമായിരിക്കും. നമ്മൾ അതങ്ങ് വിശ്വസിക്കും. അങ്ങനെയാണ് വ്യാജ ഉപദേശങ്ങളും നമ്മുടെ ഇടയിൽ ധാരാളമായിട്ട് പരക്കുന്നത്. കാരണം നമ്മൾ എന്ത് ചെയ്യും? വിശുദ്ധ വചനത്തിലേക്ക് തിരിഞ്ഞു പോകാനേ ശ്രമിക്കുകയില്ല. ബെറോവാക്കർ ചെയ്തതുപോലെ ഒരു വിധത്തിൽ നമ്മൾ കേട്ടത് വിശുദ്ധ വചനത്തിൽ ഉള്ളതോ എന്ന് നമ്മൾ നോക്കുവാൻ ശ്രമിക്കുകയില്ല. കാരണം നമ്മുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന ആ വ്യക്തിയാണ് നമ്മൾ ആരാധിക്കുന്നത്. പലപ്പോഴും പല ഇടങ്ങളിലും പല സഭകളിലും വ്യക്തി ആരാധന നിലവിലുണ്ട്. അത് പെന്തക്കോസ്തിലും കൊണ്ട് ഞാൻ തുറന്നു പറയുക, ഞാൻ അത് മറച്ചു വെച്ച് പറയുകയല്ല. വ്യക്തി ആരാധന. അപ്പോൾ ഒരു വ്യക്തി എന്തു പറഞ്ഞാലും അദ്ദേഹം ഒരു വലിയ പണ്ഡിതനാണ്, അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് അന്ധമായി വിശ്വസിക്കുന്ന ഒരു രീതി വിശ്വാസ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അക്കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തമാണ് പറയുന്നത്, കേൾക്കുന്നതൊക്കെയും വിശുദ്ധ വചനത്തിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മളൊരു കാര്യം പൂർണ്ണമായിട്ട് വിശ്വസിക്കാവൂ. അപ്പോൾ ഹെരോദാവിനെ ഈ മഹാസർപ്പത്തോടും ഇവിടെ ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടി എന്നത് യേശു ക്രിസ്തു, ആ യേശു കുഞ്ഞാണ് എന്നുള്ള ആ വ്യാഖ്യാനമൊക്കെ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നിയേക്കാം. എന്നാൽ ഇവിടെ മനസ്സിലാക്കുക, ബേത്ലഹേമിൽ നടന്ന സംഭവത്തെ കുറിച്ച് ദൂതൻ അറിയിച്ചപ്പോൾ ഇരുമ്പുകോൽ കൊണ്ട് ജാതികളെ മേയ്ക്കുവാനുള്ളവൻ നിന്റെ ഉദരത്തിൽ ഉരുവാകും എന്നല്ല കന്യകയോട് ദൂത് അറിയിച്ചത്. എന്താണ് അറിയിച്ചത്? സകല ലോകത്തെയും രക്ഷിപ്പാനുള്ളവൻ. അവിടെ കാണുന്ന രക്ഷിതാവിനെയാ. ബേത്ലഹേമിൽ ജനിച്ച യേശു കുഞ്ഞ് രക്ഷിതാവാണ്. സ്തോത്രം. രാജാവ് എന്നത് പിൽക്കാലത്തുള്ളതാണ്. പിതാവ് തനിക്ക് നൽകിയിരിക്കുന്നതായ ദൗത്യത്തെ പൂർത്തീകരിച്ച് അതിനുശേഷമാണ് സകലത്തിലും മേലായ ഒരു നാമം നൽകപ്പെട്ടിരിക്കുക. ആ നാമം നമുക്കറിയില്ല. ആ നൽകപ്പെട്ടിരിക്കുന്ന നാമം നമുക്ക് അവസാനമേ വ്യക്തമാവുകയുള്ളൂ. ആ നാമത്തിന് മുമ്പിലാണ് ഭൂലോകരും സ്വർലോകരും സകലരും മുഴങ്കാൽ മടക്കുന്നത്. ആ നാമമാണ് ആ മഹാരാജാവിന്റെ കർത്താവിന്റെ നാമം എന്ന് പറയുന്നു. സ്തോത്രം. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശുദ്ധ വചനത്തിൽ പഠിച്ച് മനസ്സിലാക്കുന്ന കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഇടയായതാണ്. ഞാൻ അതുകൊണ്ട് അതിലേക്ക് ആഴമായിട്ട് പോകുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഇവിടെ എഴുതിയിരിക്കുന്നതായി 5-ാം വാക്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ തന്നെ 19-ാം അധ്യായം നമ്മൾ പഠിച്ചതാണ്. യേശു ക്രിസ്തുവിന്റെ വാഴ്ച എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. നിത്യ വാഴ്ച, യേശു ക്രിസ്തുവിന്റെ നിത്യ വാഴ്ച അല്ല നിത്യ ഭരണം എന്നൊരു ക്ലാസ് നമ്മളിവിടെ ചെയ്തതാണ്. അതിൽ വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഈ 5-ാം വാക്യം, വെളിപ്പാട് പുസ്തകത്തിന്റെ 12-ന്റെ 5-ാം വാക്യം മനസ്സിലാകണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം യേശുവിന്റെ 1000-ാം ആണ്ട് വാഴ്ചയും യേശുവിന്റെ നിത്യ ഭരണവും പഠിക്കണം. എങ്കിൽ മാത്രമേ ആരാണ് ഈ ജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുവാനുള്ള ആൺകുട്ടി, രാജാധിരാജാവായ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇനിയും ആ യേശു ക്രിസ്തുവിനെ ആരാണ് പ്രസവിക്കുന്നത്? നമുക്ക് വ്യക്തമായിട്ട് അറിയാം. യേശു ക്രിസ്തുവിനെ പ്രസവിക്കുന്നത് ആരാണ്? ഇസ്രായേൽ ഗോത്രമാണ്. ഇസ്രായേൽ ഗോത്രത്തിലെയും യഹൂദ ഗോത്രമാണ്. യഥാർത്ഥത്തിൽ യേശുവിന്റെ അമ്മ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഭൗതികമായിട്ട് മനുഷ്യപുത്രനായ യേശുവിന്റെ അമ്മ എന്ന യാഥാർത്ഥ്യം കന്യകയായിരുന്ന മറിയാമിന് ഉള്ളപ്പോൾ തന്നെ യേശു ക്രിസ്തു മഹാദൈവമാണ്, സകലത്തിന്റെയും സൃഷ്ടാവാണ്, പിതാപുത്ര പരിശുദ്ധാത്മാവായ സത്യ ഏക ദൈവത്തിലെ ഒരു വ്യക്തിയാണ്. യേശുവിന് ആരംഭമില്ല, അവസാനമില്ല എന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ദൈവവചനമെന്ന് പേരുള്ള യേശു ക്രിസ്തുവിന് ആരംഭമില്ല, അവസാനമില്ല. അപ്പോൾ തന്നെ മനുഷ്യപുത്രനായ യേശുവിന് ആരംഭമുണ്ട്. അത് വിശുദ്ധ മറിയാമിൽ നിന്നാണ്. വിശുദ്ധ മറിയാമിൽ നിന്നാണ് ജഡം ധരിച്ച് കർത്താവ് ഈ ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ട് സകല ലോകത്തിന്റെയും പാപത്തെ സ്വന്തം ശിരസിൽ വഹിച്ചുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് കാൽവറി യാഗം നടത്തുന്നത്. അപ്പോൾ തന്നെ ആലങ്കാരികമായി പറയുമ്പോൾ യഹൂദ ഗോത്രമാണ്, ഗോത്രത്തിൽ നിന്നാണ് യേശു എന്ന മനുഷ്യപുത്രൻ പിറക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ലോകത്തിന്
യേശുവിനെ വെളിപ്പെടുത്തേണ്ടത് യഹൂദ ഗോത്രമാണ്. ആ ഗോത്രത്തിൽ തന്നെയാണ് ദാവീദ് രാജാവ്. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടാണ് എന്നത്തേക്കുമായിട്ട് കർത്താവും രാജാധിരാജനുമായ മശിഹാ തമ്പുരാൻ രാജ്യഭരണം നടത്തേണ്ടത്. അതും യഹൂദ ഗോത്രത്തിൽ നിന്നുമാണ്. സ്തോത്രം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് വായിച്ചെടുക്കുമ്പോൾ ഈ 5-ാം വാക്യം, സകലജാതികളെയും ഇരുമ്പുകൾ കൊണ്ട് മേയ്പ്പാനുള്ള ആൺകുട്ടി എന്ന് പറയുന്ന 5-ാം വാക്യത്തിലെ ആ ആൺകുട്ടി എന്ന് പറയുന്നത് മുഴു ലോകത്തിന്റെയും ഭരണം ഏറ്റെടുത്തിരിക്കുന്ന, മുഴു ലോകവും ആരുടെ മുമ്പിൽ മുഴങ്കാൽ മടക്കുമാറാക്കുമോ ആ മഹാദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുമ്പോൾ തന്നെ ആ ആൺകുട്ടിയെ പ്രസവിക്കുന്നതായ സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രായേൽ ഗോത്രത്തെയും അതിലുപരി യഹൂദ ഗോത്രത്തെയും വ്യക്തമായി കാണിക്കുന്നതായ ഒരു അടയാളമാണ് യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ കിടന്നുകൊണ്ട് ആകാശത്തിൽ ദർശിക്കുന്നത്. അതുകൊണ്ടാണ് അതിനുശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ സ്ഥലം അവൾക്കുണ്ട്. യേശുവിന്റെ അമ്മയായ മറിയം തന്റെ കർത്താവ് തനിക്ക് കൊടുത്തതായ ആയുസ് ഉള്ളിടത്തോളം ഈ ഭൂലോകത്തിൽ ജീവിച്ചിട്ട് മൺമറഞ്ഞ് നാമൊക്കെയും കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ആ പ്രിയ മാതാവിന്റെ ആത്മാവും കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ഭൂമിയുടെ മണ്ണിൽ അടക്കപ്പെട്ട ഒരു സാധാരണ മനുഷ്യ സ്ത്രീയായിട്ട് നമ്മുടെ പിതാക്കന്മാരൊക്കെയും മൺമറഞ്ഞിരിക്കുന്നത് പോലെ ആ ബഹുമാന്യ സ്ത്രീരത്നവും മൺമറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ആ ഒരു സ്ത്രീ പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എടുത്തില്ല. 33 വർഷം ഈ ലോകത്ത് ജീവിച്ചു. പക്ഷെ ഇവിടെ കാണുന്നത് പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ ദൈവസന്നിധിയിലേക്ക് എടുത്തു, ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന മഹത്വത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവ് ആ സിംഹാസനത്തിൽ നിന്നാണ് വരുവാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു വിധത്തിലും ഇത് ഒരു വ്യക്തിയായ മറിയാം എന്ന ആ ബഹുമാന്യ സ്ത്രീരത്നത്തെ കാണിക്കുന്നതല്ല എന്ന് ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്. ഇനിയും എന്താണ് ഇവിടെ പറയുന്നത്? എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് അനേക യഹൂദ ഗോത്രത്തിലെ, ഇസ്രായേൽ ഗോത്രത്തിലെ അനേകർ അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. അവരിൽ അനേകർ യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കും. അതിൽ അനേകർ എതിർ ക്രിസ്തുവിന്റെ പ്രതിമയെ നമസ്കരിക്കില്ല. അവന്റെ സംഖ്യ തങ്ങളുടെ കൈമേലോ നെറ്റിമേലോ ഏൽക്കുകയില്ല. അങ്ങനെയുള്ളവരുടെ നേരെ അതിഭയങ്കരമായ പീഡനം എതിർ ക്രിസ്തു അടിച്ചുവിടും. ഏകദേശം ഇവിടെ 3.5 വർഷം പറയുന്നത്. ആ 3.5 വർഷത്തോളം സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഗോത്രത്തിലെ ഒരു അംശം എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് പീഡനം സഹിക്കപ്പെട്ട് ഇപ്പോൾ അവർ ആയിരിക്കുന്ന ആ അവരുടെ ദേശത്തു നിന്ന് അവർ ഓടിപ്പോകും. അവർക്ക് വീണ്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു പോകുവാനുള്ള ഒരു യോഗമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് കാണിക്കുകയാണ്. മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ തന്നെ 13-ാം വാക്യം, തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു വന്ന മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ 1 കാലവും 2 കാലവും 1/2 കാലവും 3.5 വർഷം, വീണ്ടും 3.5 വർഷം, അങ്ങനെ 2-3.5 വർഷങ്ങൾ ചേരുമ്പോൾ 7 വർഷത്തെ ഒരു ഭരണ സംവിധാനത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് എതിർ ക്രിസ്തുവിന്റെ ഭരണ സംവിധാനമാണ്. ആ എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് നമ്മൾ മുകളിൽ വായിച്ചതുപോലെ യേശുവിന്റെ സാക്ഷ്യം വഹിക്കുന്നവരും ദൈവ കൽപ്പന പ്രമാണിക്കുന്നവരും ഈ ഗോത്രത്തിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടതുമായ ഒരു ശേഷിപ്പ്, അത് പറഞ്ഞ സ്ത്രീയുടെ സന്തതി പരമ്പര എന്ന് പറഞ്ഞത്, ആ ശേഷിപ്പിനെ ദൈവം ഈ ലോകത്തിൽ തന്നെ ഒരിടത്ത് കാത്തു പരിപാലിക്കും. നമ്മൾ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ 25-ാം അധ്യായത്തിൽ പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പഠിച്ചു ജാതികളെ ചെമ്മരിയാടായിട്ടും കോലാടായിട്ടും വേർതിരിക്കുന്ന ഒരു ന്യായവിധം നമ്മൾ പഠിച്ചു. അവിടെ നമ്മൾ പ്രത്യേകം പഠിച്ചു ഈ ഇസ്രായേൽ ഓടിപ്പോകുന്ന ഇസ്രായേൽ ജനത്തെ അല്ലെങ്കിൽ ശേഷിപ്പിനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചേർക്കുകയും പീഡനത്തിലായിരിക്കുന്നവരെ പോയി കാണുകയും വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്ത വലിയൊരു ജാതീയ സമൂഹമുണ്ട്. അവരെയാണ് ചെമ്മരിയാട് എന്ന് പറഞ്ഞ് രാജാവ് തന്റെ വലതുവശത്തും, എന്നാൽ ഇവരെ ഇവർ ചെന്നിടത്തൊക്കെയും പീഡിപ്പിച്ചവരുണ്ട്, അവരെയാണ് കോലാട് എന്ന് പറഞ്ഞ് ഇടതുവശത്തേക്ക് മാറ്റി നിർത്തുന്നത് പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ ഇക്കാര്യം പരാമർശിച്ചിരുന്നു.
കാരണം ഫിഗറേറ്റീവ് ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ചെമ്മരിയാട് എന്താണ്, കോലാട് എന്തെന്ന് ഞാൻ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ്, ആ ഒരു കാര്യമാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. 15-ാം വാക്യം, സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്നെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. യഥാർത്ഥത്തില് വ്യാജ പ്രവചനങ്ങളും ദൂഷണങ്ങളുമാണ് ഇസ്രായേലിലെ ആ ബാക്കിയുള്ളതായ ശേഷിപ്പ് ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിച്ച് എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന് അടിമപ്പെടാതിരുന്നതായ ആ ശേഷിപ്പിനെ തകർത്ത് കളയുവാനായിട്ട് അവർക്കെതിരെ ദൂഷണ നാമങ്ങൾ അയച്ച് അവർക്കെതിരെ ദൂഷ്യം പറയുന്ന പിശാചിന്റെ ഒരു സംവിധാനത്തെയാണ് പിശാച് വാ തുറന്ന് വെള്ളം ചാടിച്ച് അവരെ മുക്കിക്കളയുവാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്. എന്നാൽ ഭൂമി അതിന് അവൾക്ക് തുണ നിന്നിട്ട് ആ വെള്ളത്തെ മുഴുവൻ കുടിച്ചു തീർത്തു. അപ്പോൾ ഈ ലോകത്തിലെ ഭൂമി എന്ന് പറയുന്നത് ലോകത്തിലുള്ള അന്നത്തെ ജാതികളാണ്. അപ്പോൾ ഒരു കൂട്ടർ എന്ത് ചെയ്യും? അതൊന്നും ശ്രദ്ധിക്കാതെ ഇവർ ആ ശേഷിപ്പിനെ സഹായിക്കും. അവർക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കും, അവർക്ക് ആവശ്യമായ പരിചരണം കൊടുക്കും, അവരുടെ ദാഹത്തിന് കുടിക്കാൻ വെള്ളം കൊടുക്കും, അവർക്ക് പാർക്കുവാൻ ഇടം കൊടുക്കും. സ്വതന്ത്രം അങ്ങനെ ഒരു സംവിധാനം ആ ഒരു 7 വർഷം 7 വർഷത്തോളം ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഈ ദർശനത്തില് ഈ അടയാളത്തിൽ കാണിക്കുകയാണ്. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവരുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. നമുക്കിവിടെ വളരെ വ്യക്തമാണ്. ഇനിയും നമ്മൾ അതിന്റെ ആദ്യ ഭാഗത്തേക്ക് വരുന്നു. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും. അപ്പോൾ ഇവിടെ കാണുന്ന കാര്യങ്ങൾ, ഒന്ന് സൂര്യനുണ്ട്, 2 ചന്ദ്രനുണ്ട്, പിന്നെ 12 നക്ഷത്രങ്ങളുണ്ട്. നമുക്ക് ഇത് എവിടെ കാണുവാൻ സാധിക്കും? പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ യോസഫിന്റെ ദർശനത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. 9-ാം വാക്യം മുതൽ വായിച്ചാൽ, അവൻ മറ്റൊരു സ്വപ്നം കണ്ടു. യോസേഫ് മറ്റൊരു സ്വപ്നം കണ്ടു, തന്റെ സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും. ഇവിടെ ഈ 11 എന്നുള്ളതിന്റെ കൂടെ യോസഫിന്റെ ഗോത്രത്തെ കൂടെ കൂട്ടിയാൽ 12 എന്ന് നമുക്ക് എണ്ണുവാൻ സാധിക്കും. അപ്പോൾ 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന ഒരു സ്വപ്നം യോസേഫ് കാണുന്നു. അത് പിൽക്കാലത്ത് നടന്നു. അതുപോലെ തന്നെ യോസേഫ് കണ്ട ദർശനം, കണ്ട സ്വപ്നം അതുപോലെ നടക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു അടയാളം കിട്ടുന്നു. സൂര്യൻ എന്ന അടയാളം, ചന്ദ്രൻ എന്ന അടയാളം, നക്ഷത്രങ്ങൾ എന്ന അടയാളം. ഇത് മൂന്നും ഇസ്രായേൽ ഗോത്രവുമായി ബന്ധപ്പെട്ട അടയാളങ്ങളാണ്, ചിഹ്നങ്ങളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇസ്രായേൽ ഗോത്രത്തിന്റെ തന്നെ ഭാഗമായ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിൽ കിടന്ന് ആകാശവിധാനത്തിൽ സ്വർഗത്തിൽ ഈ അടയാളത്തെ കാണുമ്പോൾ ആ അടയാളത്തിൽ കാണുന്നതായ സൂര്യൻ, ചന്ദ്രൻ, 12 നക്ഷത്രങ്ങൾ, ഇത് തീർച്ചയായിട്ടും ഇസ്രായേൽ ഗോത്രത്തെ ബന്ധിപ്പിക്കുന്നതായ ഒരു അടയാളമാണ്. അപ്പോൾ ഇവ മൂന്നും അണിഞ്ഞിരിക്കുന്നതായ ആ സ്ത്രീ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗോത്രത്തെ മുഴുവനായിട്ട്, അല്ലെ ഇസ്രായേൽ ഗോത്രത്തിലെ ആ ശേഷിപ്പിനെ അപ്പോസ്തലൻ കാണുന്നതായ ഒരു ദർശനമാണ്, അടയാളമാണെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ പറയട്ടെ, ഇതും 100% ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വിശുദ്ധ വചനം വ്യക്തമായിട്ട് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കാണപ്പെട്ടിരിക്കുന്നതായ സ്ത്രീ ഇന്നതാണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, വെളിപ്പാട് പുസ്തകത്തിലെ പല കാര്യങ്ങളും വെളിപ്പാട് പുസ്തകം തന്നെ തെളിവ് തരുന്നുണ്ട് നമുക്ക് ഇന്നതാണെന്നുള്ളത്. എന്നാൽ ഈ ഒരു ദർശനത്തെക്കുറിച്ച്, അടയാളത്തെക്കുറിച്ച് വേദപുസ്തകം നേരിട്ട് നമ്മളോട് പറയുന്നില്ല ഇത് ഇന്നതാണെന്ന്. അതുകൊണ്ടാണല്ലോ പലവിധ വ്യാഖ്യാനങ്ങൾ വരുന്നത്. പക്ഷേ നമുക്ക് വിശുദ്ധ വചനത്തിൽ നിന്ന് വളരെ വ്യക്തമായി ഗ്രഹിച്ച് പഠിച്ച് എടുക്കുവാൻ സാധിക്കും. ഈ അടയാളം കണ്ടത് ഇസ്രായേൽ ഗോത്രത്തെ കുറിച്ചാണ്. ആ ഇസ്രായേൽ ഗോത്രത്തിന്റെ സന്തതി ആയിരിക്കുന്നതായ മശിഹ, ദൈവപുത്രനായ, മനുഷ്യപുത്രനായ യേശു ക്രിസ്തു, രാജാധിരാജാവായി കർത്താധികർത്താവായിട്ട് എഴുന്നള്ളുവാനുള്ള യേശു ക്രിസ്തു, ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതായ യേശു ക്രിസ്തു ആണ് ആ ആൺകുഞ്ഞ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ദർശനത്തിൽ കണ്ടതായ ആ മഹാസർപ്പം എന്നത് ഒരു ഭരണ സംവിധാനം തന്നെയാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്രകാരമാണ് സിംബോളിക് ലാംഗ്വേജ് അഥവാ ചിഹ്നങ്ങളുടെ ഭാഷ, അടയാളങ്ങളുടെ ഭാഷ എന്ന ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്ന 12-ാം അധ്യായം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവർക്ക് ഇത് കുറച്ചൊക്കെ ഗ്രഹിക്കുവാൻ സാധിച്ചു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എനിക്കറിയാം ഇന്ന് പുതിയ ദേവദാസന്മാര് ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആരെയും ഒന്ന് പരിചയപ്പെടാൻ സമയമില്ലെങ്കിലും ഒരാള്, 2 പേര്, വിൻസ്റ്റൺ ബ്രദർ ഞാൻ കാണുന്നു, ഒന്ന് പരിചയപ്പെട്ടാൽ നന്നായിരുന്നു. അതുപോലെ തന്നെ ഡാനിയൽ എന്ന് പേരുള്ള ഒരാള് ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു.
നമുക്ക് ഇനിയുമുള്ള ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മൈക്ക് ഓൺ ചെയ്തോട്ടെ.